Today we are going to discuss process costing with normal process laws. So before studying this topic, you want to understand what is normal process laws actually. Okay, നിങ്ങൾ 100 യൂണിറ്റ് ഒരു മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 90 യൂണിറ്റ് ആണ്. അതിനർത്ഥം 10 രൂപ അല്ലെങ്കിൽ 10 യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ നഷ്ടപ്പെട്ട 10 യൂണിറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുക, നോർമൽ ലോസ് എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് ഈസ് ലെസ് ദാൻ ദ ഇൻപുട്ട്. അത് സംടൈംസ് ഇത് സ്പോയിലേജ്, വേസ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരച്ചതിന് ശേഷം ആ കൺസേൺഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 10 രൂപ അല്ലെങ്കിൽ 10 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ യൂണിറ്റ് കോളത്തിൽ മാത്രം എഴുതും. എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യില്ല, എഴുതില്ല. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നോർമൽ ലോസ് എമൗണ്ട് കോളത്തിൽ എഴുതാറില്ല. ഓക്കെ, ഇനി ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടായിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നിങ്ങൾ കണക്കാക്കുന്നത് കഴിഞ്ഞ പ്രോസസ്സിൽ, അതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോസസ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദി നോർമൽ ലോസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഇൻക്രീസ്. നോർമൽ ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും, ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോകും. സോ വി ക്യാൻ ഗോ ഫോർ എ പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഷോ ദ കോസ്റ്റ് ഓഫ് 3 പ്രോസസ്സസ് ഓഫ് മാനുഫാക്ചർ. താഴെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 3 പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം നോക്കി, വേജസ് ആൻഡ് മെറ്റീരിയൽ. നമ്മൾ എവിടെയാണ് എഴുതുക, പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ആണ് ഓരോ പ്രോസസ്സിൻ്റെയും തന്നിട്ടുണ്ട്. ദെൻ വർക്ക്സ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, അതും നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ദെൻ അടുത്തത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ്, ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. എവിടെയാണ് നമ്മളത് കാണിക്കുന്നത്, ഔട്ട്പുട്ട്, അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, 2 സ്റ്റോക്ക്. ഒന്നാമത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, രണ്ടാമത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അത് പ്രോസസ് ബിന്റെ 4000 യൂണിറ്റ് ആണ്. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന്റെ വില കണക്കാക്കുന്നത് കഴിഞ്ഞ പ്രോസസ് ഉണ്ട് അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂണിറ്റ്സ് ഫ്രം പ്രിസീഡിങ് പ്രോസസ് എന്നുള്ളത്. ഓക്കെ, ദെൻ പ്രോസസ് സിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 16,500 ആണ്. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് എഴുതാറ്, പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതാറ്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രോസസ് എക്കില്ല, പ്രോസസ് ബിക്ക് ഉണ്ട്. എത്രയാണ്, 1000 യൂണിറ്റ് ആണ്. പ്രോസസ് സിക്ക് എത്രയാണ്, 5,500 ആണ്. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, കഴിഞ്ഞ പ്രോസസ്സിന്റെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഡു ദാറ്റ് പ്രോബ്ലം. So we can go to the process A account. In the question there are lot of information regarding process A. First നമുക്ക് കാണാം പ്രോസസ് എനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് വേജസ് നോക്കിയ യൂണിറ്റ് കോളത്തിൽ 36,000 നമ്മൾ എഴുതും, എമൗണ്ട് കോളത്തിൽ 30,400 എഴുതും. എന്തുകൊണ്ടാണ് യൂണിറ്റ് കോളത്തിൽ 36,000 എഴുതിയത്, അവിടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒന്നും നമുക്ക് തന്നിട്ടില്ല, നോർമൽ ലോസും സംഭവിച്ചിട്ടില്ല. പക്ഷേ പ്രൊഡക്ഷൻ എത്ര തന്നിട്ടുണ്ട്, 36,000 എന്ന് തന്നിട്ടുണ്ട്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് പ്രൊഡക്ഷൻ 36,000 ആണ്, നോർമൽ ലോസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇൻപുട്ട് എത്ര ആയിരിക്കും, 36,000 തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള 30,400 എന്ന് പറയുന്നത് നമ്മുടെ വെയ്ജ്, ഡയറക്റ്റ് വെയ്ജിൻ്റെ എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡെബിറ്റ് സൈഡിൽ ഏതാണ് ഒരു ഐറ്റം അവിടെ ഉള്ളത്, വർക്ക്സ് ഓവർ ഹെഡ് ആണ്. വർക്ക്സ് ഓവർ ഹെഡ് നമുക്കറിയാം എത്രയാണ് എമൗണ്ട്, 5,600. ഓക്കെ, ദെൻ ഇനി ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽസ് പ്രോസസ് എക്ക് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന യൂണിറ്റിന്റെ എമൗണ്ട് ആണ്. അത് എത്രയാണ്, 36,000. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റിന്റെ കോളം ടോട്ടൽ ചെയ്യാം. യൂണിറ്റിന്റെ കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 36,000 എന്ന് കിട്ടും. യൂണിറ്റിന്റെ കോളം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എത്ര കിട്ടി, 36,000 കിട്ടി. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ടിന്റെ കോളം ടോട്ടൽ ചെയ്യാം. എമൗണ്ടിന്റെ കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ നമുക്ക് എത്ര കിട്ടും, 36,000 കിട്ടും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എത്ര എഴുതണം, അപ്പോൾ 36,000 നമ്മൾ എന്ത് ചെയ്യും,
എഴുതും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസ് ബിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രോസസ് എയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് എയുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി 36,000. പ്രോസസ് എയുടെ യൂണിറ്റ് നമുക്ക് കിട്ടി 36,000. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോസസ് എൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. എത്രയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 36,000. എത്രയാണ് ഔട്ട്പുട്ട്? 36,000. സോ പ്രോസസ് എൻ്റെ എത്രയാണ് കോസ്റ്റ്? 1 ആണ് വരിക. ഓക്കെ, പ്രോസസ് എൻ്റെ എത്രയാണ് വന്നത്? 1 ആണ് പ്രോസസ് എയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് പോവാം. പ്രോസസ് ബി അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് എഴുതുന്നത്? പ്രോസസ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുള്ള സ്റ്റോക്കാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. അത് 36,000 യൂണിറ്റ് കോളത്തിലും 36,000 എമൗണ്ട് കോളത്തിലും നമ്മൾ എഴുതും. അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 4,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് കോളത്തിൽ എഴുതി. ഓക്കെ, ദെൻ എമൗണ്ട് കോളത്തിൽ എന്തുകൊണ്ട് 4,000 വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രോസസ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് 1 ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോസസ്സിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രോസസ് ബിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4,000. അതിനെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് എമൗണ്ട് കോളത്തിൽ എത്ര എഴുതിയത്? 4,000 എഴുതിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം വേജസ് ആൻഡ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000. വർക്ക്സ് ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5,250. ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്? 1000 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ 1000 എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് 1000 എഴുതിയത്? കഴിഞ്ഞ പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസസ് ബിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ വേണ്ടത്. സോ നമ്മൾ എമൗണ്ട് കോളത്തിൽ എത്ര എഴുതി? 1000 എഴുതി. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ എഴുതേണ്ടത് പ്രോസസ് സി. അടുത്ത അക്കൗണ്ടിലേക്ക് പോകേണ്ട കോസ്റ്റ് യൂണിറ്റിന്റെ എമൗണ്ട് ആണ് എഴുതേണ്ടത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോസസ് ബിന്റെ പ്രൊഡക്ഷൻ എത്രയാണ്? 37,500 എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് യൂണിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. യൂണിറ്റിന്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 40,000 കിട്ടും. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുള്ളൂ? 38,500 കിട്ടുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ 4,000 യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് അടുത്ത പ്രോസസ്സിലേക്കുള്ള എമൗണ്ട്, അതായത് 1000 37,500. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടുള്ളൂ? 38,500 നമുക്ക് കിട്ടുള്ളൂ. അതിനർത്ഥം 1,500 യൂണിറ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ആ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് ബൈ ലോസ് ഇൻ വെയിറ്റ്, ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. BF എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എത്രയാണ്? 1,500 രൂപ എന്താണ്? ഇറ്റ് ഈസ് ലോസ് ഇൻ വെയിറ്റ്. ദെൻ ഇനി ഞാൻ പറഞ്ഞു ലോസ് ഇൻ വെയിറ്റ് ഒരിക്കലും ഏതിൽ എഴുതാറില്ല? എമൗണ്ട് കോളത്തിൽ എഴുതാറില്ല. സോ നമ്മുടെ യൂണിറ്റ് കോളം ടാലി ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ടിന്റെ കോളം ടാലി ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് മൊത്തം കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 57,250 കിട്ടും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 1000 ഉണ്ട്. സോ നമ്മുടെ പ്രോസസ് ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ 57,250 മൈനസ് 1000 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 1000. ഓക്കെ, അത് മാത്രമല്ല അവിടെ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് ബിയുടെ കോസ്റ്റ് കിട്ടും. എത്രയാണ്? 56,250 ആണ് പ്രോസസ് ബിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കിട്ടിയത്? 57,250 മൈനസ് 1000 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് കുറച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണക്കാക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്? 56,250 ആണ് പ്രോസസ് ബിയുടെ കോസ്റ്റ്. എത്രയാണ് പ്രൊഡക്ഷൻ? 37,500. അപ്പോൾ എത്ര വരും കോസ്റ്റ് പെർ യൂണിറ്റ്? 1.5 ആണ് പ്രോസസ് ബിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പ്രോസസ് സി അക്കൗണ്ടിലേക്ക് പോവാം. ദെൻ പ്രോസസ് സി അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്ന ഐറ്റം എന്താണ്? പ്രോസസ് ബിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന ഐറ്റം ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അത് എത്രയാണ്? 37,500 യൂണിറ്റും എമൗണ്ട് എത്രയാണ്? 56,250 നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പ്രോസസ് സിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 16,500 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ എങ്ങനെ എഴുതുക? അതിന്റെ കോസ്റ്റ്, അതായത് പ്രോസസ് ബിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് പ്രോസസ് സിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻഡു ചെയ്യണം. എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 16,500 എത്ര നമുക്ക് കിട്ടും? എമൗണ്ട് 24,000
750. Then we can write the wages and material. Wage and material എത്രയുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 29,250. വർക്ക്സ് ഓർഡർ എത്ര തന്നിട്ടുണ്ട് 6,000 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ഇതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പ്രോസസ് ചെയ്യുടെ എത്ര തന്നിരിക്കുന്നത് 5,500. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോസസ് ബിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ പ്രോസസ് ബിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് 1.5. സോ 1.5 ഇൻറ്റു 5,500 എത്ര വരുന്നത് 8,250. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് നമുക്ക് പ്രൊഡക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോസസ് സിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് 48,000 ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. സോ ഇനി നമ്മൾ യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുക. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 54,000 എന്ന് കിട്ടും. ഓക്കെ, 54,000. അതായത് ഡെബിറ്റ് സൈഡ് നമുക്ക് എത്ര കിട്ടും 54,000. ദെൻ ക്രെഡിറ്റ് സൈഡ് നമ്മൾ യൂണിറ്റ് കോളം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 53,500 ആണ്. കാരണം പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ട് 5,500 ഉണ്ട്. ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ട് 48,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എത്ര വരുള്ളൂ 53,500 വരുള്ളൂ. അതിനർത്ഥം എന്തുണ്ട് 500 യൂണിറ്റിന്റെ ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ലോസ് ഇൻ വെയിറ്റ് അത് ലാസ്റ്റ് ആണ് നമ്മൾ എഴുതുന്നത്. 500 എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ് നോർമൽ ലോസ്, വിറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പം നമുക്ക് പ്രോസസ് സി അക്കൗണ്ട് യൂണിറ്റ് കോളം നമ്മൾ ടാലി ചെയ്തു. 54,000 ആൻഡ് 54,000 ഡെബിറ്റ് ക്രെഡിറ്റ്. അവിടെ എത്ര ലോസ് സംഭവിച്ചിട്ടുള്ളത് 500 ആണ് ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നോർമൽ ലോസ് നമ്മൾ എവിടെ എഴുതാറില്ല, എമൗണ്ട് കോളത്തിൽ കാണിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം, പ്രോസസ് സി അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എമൗണ്ട് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,16,250 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1,60,250 നിന്ന് ഏത് കുറയ്ക്കുക, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 8,250 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോസസ് സിന്റെ കോസ്റ്റ് കിട്ടും. എത്രയാണ് 1,08,000. 1,08,000 ആണ് പ്രോസസ് സിയുടെ കോസ്റ്റ്. സോ ഇനി നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നത് 1,08,000. ദെൻ നമ്പർ ഓഫ് യൂണിറ്റ് എത്രയാണ്, പ്രൊഡക്ഷൻ 48,000. സോ യു ഗോട്ട് 2.25 ആസ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോസസ് സി. അങ്ങനെയാണ് പ്രോസസ് സിയുടെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ.